ഇന്ന് ശനിയാഴ്ച ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ലാലേട്ടൻ വരുന്ന ദിവസം. ഇന്ന് വൈകിട്ട് എന്തൊക്കെയായിരിക്കും BB ഹൗസിൽ നടക്കുക? ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ടാസ്കുകൾ കുളമാക്കിയതിനോടുള്ള ബന്ധത്തിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ പല ആൾക്കാരെയും എയറിൽ നിർത്താനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത്, ഇന്ത്യൻ സിനിമയിലേക്ക് തന്റെ സമഗ്ര സംഭാവനയെ പരിഗണിച്ചുകൊണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ബിഗ് ബോസ് തന്നെ രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ദിവസം ലാലേട്ടന് വേണ്ടി അടിപൊളിയാക്കണമെന്ന്. അതിനുവേണ്ടി ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്, ഓരോ മത്സരാർത്ഥികളും ലാലേട്ടനെ ആദ്യമായി കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഓർമ്മകൾ എന്താണ്, പിന്നെ ലാലേട്ടന്റെ പഴയ സിനിമകളോടുള്ള ബന്ധത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അടുത്തത് ലാലേട്ടനെ നേരിൽ കാണാൻ അവസരം കിട്ടുമ്പോൾ ലാലേട്ടനോട് ചോദിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്താണ്. ഇതൊക്കെ ഇന്ന് ലാലേട്ടനോട് ചോദിക്കുവാനും ആ ഒരു സന്തോഷം പങ്കുവെക്കുവാനും ഒക്കെയുള്ള അവസരമാണ്. ലാലേട്ടനെ അഭിനന്ദിക്കുന്ന ദിവസമാണ് ബിഗ് ബോസും വീട്ടുകാരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഇതിനിടയിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ കഴിഞ്ഞ ആഴ്ചയിലെ ബോട്ടിൽ ഫാക്ടറി ടാസ്കും അനീഷിന്റെയും അനുമോളുടെയും പട്ടിഷോയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുമോ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ ലാലേട്ടൻ പറയുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ BB ഹൗസിൽ BB ബോട്ടിൽ കമ്പനി അവിടെ ഉണ്ടാക്കിയ ജ്യൂസുകൾ അത് മനസ്സ് നിറഞ്ഞ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും ജ്യൂസ് കമ്പനിയും പൂട്ടിച്ചു, തയ്യാറാക്കിയ ജ്യൂസുകളും കളഞ്ഞു, കുപ്പിയെല്ലാം പൊട്ടിച്ചു, കളി കൊളമാക്കുകയും ചെയ്തു. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഈ വീക്ക്ലി ടാസ്കുകളൊക്കെ ഇവരിങ്ങനെ കൊളമാക്കുന്നത് എന്തിനാണ്? എന്തും തകർക്കാൻ എളുപ്പമാണ്. തീർന്നില്ല, അടുക്കളയ്ക്കകത്ത് വെസൽ ടീമിന്റെ പാത്രം കഴുകൽ പോലും തമ്മിലടിയിൽ കലാശിച്ചു. ഇനിയുമുണ്ട് പലതും. എല്ലാം പറഞ്ഞാൽ എങ്ങനെയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രൊമോ അവസാനിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഒന്നിലേറെ പേർ എയറിൽ പോകുവാൻ സാധ്യതയുണ്ട്. ബോട്ടിൽ ഫാക്ടറിയിലെ ബോട്ടിലുകൾ നശിപ്പിച്ച് അവിടെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തതിന് തീർച്ചയായിട്ടും അനീഷ് എയറിൽ പോകും. രണ്ടാമത്, ബോട്ടിൽ ഫാക്ടറി അത് പൂട്ടുന്നെങ്കിൽ പൂട്ടട്ടെ, തൊഴിലാളികൾ പട്ടിണിയാകുന്നെങ്കിൽ പട്ടിണിയാകട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിയമം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറില്ല, എന്റെ ക്യാരക്ടറിൽ മാത്രം ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ കർക്കശക്കാരിയായ ആ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ അനുമോളും ഇന്ന് ഏറിപ്പോകുവാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം കമ്പനി പൂട്ടിച്ചു എന്നൊരു വാക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ആദില തട്ടേൽ കയറിയിരുന്നത് മാത്രമല്ല, അടുക്കളയ്ക്കകത്ത് പാത്രം കഴുകുന്ന പ്രശ്നം വരെ വലിയ വിഷയമാക്കി മാറ്റി. ഒടുവിൽ അനീഷിന്റെ ദേഹത്ത് മുഴുവനും സോപ്പ് വെള്ളം കോരി ഒഴിച്ച് ആകെക്കൂടി അവിടെ പ്രശ്നമുണ്ടാക്കിയ ആദിലയെ ഇന്ന് എയറിൽ വിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് എയറിൽ വിടേണ്ടത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ ഒരു ഭാഗത്ത് നിൽക്കും. അതൊന്നും അല്ല പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത്. ആദിലയുടെയും അനീഷിന്റെയും അനുമോളുടെയും ഒക്കെ കാര്യത്തിൽ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നറിയാൻ വേണ്ടിയാണ്. അതുമാത്രവുമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് എവിക്ഷൻ ഉണ്ട്. ആരായിരിക്കും പുറത്തേക്കുള്ള വാതിൽ തുറന്നിറങ്ങിപ്പോവുക? ഇതെല്ലാം കണ്ടറിയുവാനുള്ള ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഞാനും കാത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുമെന്ന്.